നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് കൈകഴുകിയ പീലാത്തോസിനെ പോലെ സോളാർ വിവാദത്തിന്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ചിന്തേണ്ടി വന്ന ചോരയിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകുവാൻ മത്സരിക്കുന്നവരിൽ എത്ര പേർക്ക് സാധിക്കും? അങ്ങനെ ഒഴിവ് പറഞ്ഞ് കൈകഴുകിയാൽ തീരുന്നതാണോ ഒരു നീതിമാന്റെ ചോരയുടെ കഥ? സോളാർ വിവാദത്തെ അതിഹീനമായ വേട്ടയാടലാക്കി മാറ്റിയ വിവാദ കത്തിൽ വരുത്താൻ പ്രേരിപ്പിച്ചവർക്കും ആ സംഭവം ഞാൻ കണ്ടു എന്ന് ചാനലുകളിൽ വന്ന് ഏറ്റുപറഞ്ഞവർക്കും അറേബ്യയിലെ സുഗന്ധം മുഴുവൻ കൊണ്ട് കഴുകിയാലും ആ ചോരയുടെ മണത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. അതിശയിപ്പിക്കുന്ന ഒരു സത്യം ഉയർന്നു നിൽക്കുന്നു. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു മനസ്സാണ്. ഇനി അതാര് ചെയ്തു എന്നതാണ് വിഷയം. ആ ചോരയുടെ കറയിൽ നിന്നും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്കും എങ്ങനെ കൈ കഴുകാനാകും? വാസ്തവത്തിൽ സോളാർ വിവാദത്തിന് ഇല്ലാത്ത മാനങ്ങൾ ഉണ്ടാക്കിയത് അവരല്ലേ? അവർ നടത്തിയ ഇക്കിളിപ്പെടുത്തുന്ന അന്തിചർച്ചകളിൽ ഗാലറിയുടെ കയ്യടി നോക്കി പാനലിൽ പെട്ടവരും അവതാരകൻ പോലും ഉണ്ടാക്കിയ കഥകളല്ലേ അന്തസാര ശൂന്യമാണെന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. അന്തിചർച്ചയിൽ റഫറിയാകേണ്ട അവതാരകൻ തന്നെ കയ്യടി നേടാൻ നിർത്താതെ ഗോളടിച്ച് തിളങ്ങിയതും അവതാരകന്റെ മനസ്സറിഞ്ഞ് അഭിപ്രായം പറഞ്ഞ് ചാനൽ ചർച്ച കൊഴിപ്പിച്ചവരും എല്ലാം പൊതുസമൂഹത്തിന്റെ മുൻപിൽ അഗ്നിശുദ്ധി വരുത്തിയ ഉമ്മൻചാണ്ടിയുടെ ചോരയിൽ എനിക്ക് പങ്കില്ലെന്ന് പറയണമെങ്കിൽ അസാധാരണ തോലിക്കെട്ടി തന്നെ വേണം. ബിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെട്ട രഹസ്യ CD പിടിച്ചെടുക്കുവാൻ അന്വേഷണ സംഘത്തെ അയച്ചതിന് ലൈവ് കവറേജ് കൊടുത്തതടക്കം എന്തെല്ലാം സാഹസങ്ങളാണ് മാധ്യമങ്ങൾ ചെയ്തത്. അന്തിചർച്ചയ്ക്ക് പാനലിസ്റ്റുകളെ നേരത്തെ തന്നെ പരിശീലിപ്പിച്ച് ഓരോ ദിവസത്തെയും കളികൾ കൊഴിപ്പിച്ചവർ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ സ്തുതികൾ വാഴ്ത്തുന്നു. ഈ വേട്ടയിൽ ഉമ്മൻചാണ്ടിയെ വേട്ടമൃഗത്തെക്കാൾ കഷ്ടമായി ആക്രമിച്ചവരാണ് PC ജോർജും KB ഗണേഷ് കുമാറും. അവസാനം തങ്ങളുടെ മൊഴി കൊണ്ടാണ് ഉമ്മൻചാണ്ടി CBIയുടെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും അവർ അവകാശപ്പെട്ടു. പരസ്പര വിരുദ്ധമായ ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിച്ചല്ല, മറ്റ് തെളിവുകൾ കൂടി നോക്കിയാണ് ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയത് എന്നാണ് CBI കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ലൈംഗിക അതിക്രമം നടത്തുന്നതിന് താൻ സാക്ഷിയാണെന്ന് പറഞ്ഞ നേതാവാണ് PC ജോർജ്. അദ്ദേഹത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ പോലും ജോർജ് പറയുന്നത് സത്യമാവുമോ എന്ന് സംശയിച്ച അവസരമായിരുന്നു അത്. അദ്ദേഹം വളരെ നാടകീയമായി ഭാവനാവിലാസത്തോടെ സംഭവങ്ങൾ വിവരിച്ചു. രാത്രി 10 മണിക്ക് ഞാൻ ചെന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുറി പുറത്തു നിന്നും അടച്ച് ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനായ ജോപ്പൻ കാവൽ നിൽക്കുന്നു. ഞാൻ കതക് തട്ടി തുറന്ന് അകത്ത് കയറിയെന്നും അപ്പോൾ ഉമ്മൻചാണ്ടിയും ആ സ്ത്രീയും തമ്മിലുള്ള എന്തോ കണ്ടെന്നും ജോർജ് ഒരു ചാനലിന്റെ പരിപാടിയിൽ വെളിപ്പെടുത്തി. അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പറഞ്ഞു പോയതെന്നാണ് ഇപ്പോഴത്തെ ഭാഷ്യം. വളരെ ഹീനമായ ഭാഷയിൽ പലരെയും നിന്ദിക്കാറുള്ള അദ്ദേഹം തന്റെ നിലവാരം കുറഞ്ഞ ഭാഷ തിരുത്താൻ ഒരിക്കലും തയ്യാറല്ല. പിന്നെയോ അത് തന്റെ ഗ്രാമീണ ഭാഷയെന്ന് ന്യായീകരിക്കുകയാണ് പതിവ്. ജോർജ് പറഞ്ഞതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് കേസിൽ പിടിയിലായ ജോപ്പനും ഓഫീസിലെ മറ്റ് ജീവനക്കാരും CBIക്ക് മൊഴി കൊടുത്തു. അതോടെ ജോർജിന്റെ ദൃക്സാക്ഷി വിവരണത്തിന്റെ മുന ഒടിഞ്ഞു. ഈ ഒറ്റ സംഭവത്തിലൂടെ ജോർജ് പറയുന്ന എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി സംശയത്തിന്റെ നിഴലിലെങ്കിലുമായി. ജോർജ് ഉന്നയിച്ച ആരോപണത്തിനോട് ജോസ് കെ മാണി ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ വിസമ്മതിച്ചതു തന്നെ അടയാളം. ഉമ്മൻചാണ്ടിയുടെ കഥ ഉണ്ടാക്കി പറഞ്ഞതിൽ മാപ്പ് പറയുമ്പോഴും അദ്ദേഹം മറ്റൊരു സോളാർ ആരോപണം ആവർത്തിച്ചു. വിവാദ സ്ത്രീ ജോസ് കെ മാണിയുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും താൻ വഴി വിവരം അറിഞ്ഞ KM മാണി സാർ സ്ത്രീക്ക് വൻ തുക കൊടുത്ത് കേസ് ഒതുക്കിയെന്നും. ഇത് ശരിയെന്ന് കരുതിയവരും കല്ലേൽ കിളിർക്കാത്ത നുണ എന്ന് കരുതിയവരും ഉണ്ട്. ജോസ് കെ മാണിയുടെ രീതികളോട് എതിർപ്പുള്ളവരിൽ പോലും പലരും ഇത് അവഗണിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധതയ്ക്ക് സാക്ഷ്യം പറയുവാൻ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ കണ്ട ആ സ്ത്രീയുടെ ആദ്യകാല അഭിഭാഷകൻ ഫെന്നി ബാലകൃഷ്ണൻ ജോസിന്റെ പേരും പിന്നീട് എഴുതി ചേർത്തതാണെന്ന് വെളിപ്പെടുത്തി. കേരള കോൺഗ്രസിലെ സമർത്ഥരായ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. നാഴിയിലും ഇടനാഴിയിലും കൊള്ളത്തക്ക വിധം വളർന്നു. എല്ലാവരും ഒതുക്കാൻ നോക്കി. ജോർജിനെ അതിരൂക്ഷമായി ഒതുക്കാൻ നോക്കി. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മാണി ഗ്രൂപ്പിന് 3 ബർത്ത് വാങ്ങാമായിരുന്നു. പക്ഷെ മനഃപൂർവ്വം മാണി അതിന് കൂട്ടാക്കിയില്ല. പകരം മന്ത്രിസ്ഥാനമുള്ള ചീഫ് വിപ്പ് പദവി വാങ്ങി. കാറും സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും
അധികാരമൊന്നും ഇല്ലാത്ത പദവിയാണ് വിപ്പ്. അമർഷത്തോടെ ജോർജ് പദവി സ്വീകരിച്ചു. എന്നിട്ടും അദ്ദേഹം UDFനെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു. CPMന്റെ നെയ്യാറ്റിൻകര MLAയെ ജനാധിപത്യ മുന്നണിയിൽ കൊണ്ടുവന്നതടക്കം പലതും ചെയ്തു. എന്നിട്ടും ജോർജിന് മന്ത്രിസ്ഥാനം കൊടുക്കുവാൻ പാർട്ടിയോ സർക്കാരോ തയ്യാറായില്ല. ജോർജ് ഉടക്കി തുടങ്ങി. അവസാനം മുന്നണി വിടേണ്ട നിലയിലായി. പിന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായി. കാർത്തികേയൻ മരിച്ച സീറ്റിൽ മകൻ ശബരിനാഥൻ മത്സരിച്ചപ്പോൾ നാടാർമാരുടെ പാർട്ടിയുമായി ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തി. 40,000 വോട്ടിന് ജോർജിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് അദ്ദേഹം കരുതി. പരസ്യമായി പറഞ്ഞു. വോട്ടെണ്ണിയപ്പോൾ ശബരി ജയിച്ചു. ജോർജിന് പറഞ്ഞ വോട്ടിന്റെ പകുതി പോലും കിട്ടിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളുടെ കഥ. ജോർജ് ആരെക്കുറിച്ചും എന്തും പറയുന്നതിന്റെ കഥകൾ നിരവധിയുണ്ട്. അദ്ദേഹത്തിന് പിടിക്കാത്തവരെ വല്ലാതെ കുലഭ്യം പറയും. അദ്ദേഹത്തിന്റെ പഴയകാല നേതാക്കന്മാരായ മാണിയും ജോസഫും എന്തെല്ലാം കേട്ടിരിക്കുന്നു. പാർട്ടിയിൽ അദ്ദേഹം കൊതിക്കുന്ന അംഗീകാരം കിട്ടാതെ വരുമ്പോഴാണ് അമർഷം വാക്കുകളായി പുറത്തുവരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ ജോസഫ് കേരള കോൺഗ്രസ് ജയിൽ നിന്നും പുറത്താക്കിയത്. 1980 അദ്ദേഹം ആദ്യമായി MLA ആയപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പരാതിയുമായി വന്നു. പൂഞ്ഞാറിൽ അദ്ദേഹത്തോട് മത്സരിച്ചു തോറ്റ പ്രൊഫസർ VJ ജോസഫാണ് ആ കള്ളക്കഥയ്ക്ക് പിന്നിൽ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ സംഭവം തനിനിറം പത്രത്തിൽ വലിയ വാർത്തയായി പ്രസിദ്ധീകരിച്ചു. തനിനിറത്തിന്റെ പ്രതികൾ മാണി വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. മാണി വിഭാഗത്തിലെ ലൂക്കോസ് സന്ദർഭവശാൽ വിഷയം നിയമസഭയിലും പരാമർശിച്ചു. കുപിതനായ ജോർജ് ആ സ്ത്രീയുടെ കുഞ്ഞിന്റെ കണ്ണ് മാണിയുടെയും മൂക്ക് ലൂക്കോച്ചിന്റെയും പോലെയാണ് ഇരിക്കുന്നത് എന്ന് നിയമസഭയിൽ പരിഹസിച്ചു. അത് അന്നത്തെ നിയമസഭ അവലോകനത്തിന്റെ ശീർഷകമായി പല പത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വന്യ വയോധികയായിരുന്ന KR ഗൗരിയമ്മയോടും ഈ വിഷയത്തിൽ അദ്ദേഹം TV തോമസിനെ മോശമായ വിധത്തിൽ ചിത്രീകരിച്ച് ഗൗരിയമ്മയ്ക്കെതിരെ പ്രതികരിച്ചു. നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി ഈ പ്രയോഗത്തെ അപലപിച്ച് ജോർജിന് താക്കീത് ചെയ്തു. കേരള കോൺഗ്രസ് നടത്തിയ കൊപ്ര സമരത്തിൽ പങ്കെടുത്ത ജോർജ് ഒരു തേങ്ങ തീവണ്ടി എഞ്ചിനിൽ എറിഞ്ഞുടച്ചുകൊണ്ട് കരുണാകരന്റെ നെഞ്ചത്താണ് എറിയുന്നത് എന്ന് പറഞ്ഞത് അക്കാലത്ത് വിവാദമായി. PJ ജോസഫിന്റെ വിമാനയാത്രയിലെ സംഭവം വിവാദമാക്കിയതിന് പിന്നിലും ജോർജ് ആയിരുന്നു. അതിലും അദ്ദേഹം അഭിമാനിച്ചു. ആരെയും അദ്ദേഹം എന്തും പറയും. അതെല്ലാം വലിയ നേട്ടങ്ങളായി അവകാശപ്പെടുകയും ചെയ്യും. എന്നാൽ തനിക്ക് അടുപ്പമുള്ളവരെ കുറിച്ച് ഉയരുന്ന ആക്ഷേപങ്ങൾ അദ്ദേഹം കണ്ടില്ലെന്ന് നടിക്കും. സോളാർ വിവാദത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു നേതാവുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുമായി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഈ സ്ത്രീക്ക് കൂടിക്കാഴ്ച നടത്തുവാൻ അവസരമുണ്ടാക്കിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹവും അവരുമായി വളരെ നേരം ഫോണിൽ സംസാരിച്ചതായി ഫോൺ രേഖകൾ പുറത്തു വന്നു. രാത്രി 70 മിനിറ്റ് വരെ സംസാരിച്ച വേളകൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ജോർജ് ഒരു സംശയവും ഉന്നയിച്ചിട്ടില്ല എന്നത് തൻപിള്ള എന്നും പൊൻപിള്ള എന്ന മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവല്ലേ. സോളാർ വിവാദ കാലത്ത് ഇന്ദിരാഭവനിൽ നടന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ താൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ തന്റെ അച്ഛനെതിരെ നാളെ എന്താവും അദ്ദേഹം ഉണ്ടാക്കി പറയുക എന്ന് അറിയില്ല എന്ന് K മുരളീധരൻ പറഞ്ഞതായി വാർത്ത ഉണ്ടായിരുന്നു. ജോർജ് ഇല്ലാവചനങ്ങൾ പറഞ്ഞതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാനാവുമോ? ഇങ്ങനെയെല്ലാം പറഞ്ഞത് ചാനലുകൾ സംപ്രേഷണം ചെയ്യുവാൻ ഉണ്ടായത് കൊണ്ട് കൂടിയല്ലേ അത്? ആ സ്ത്രീക്ക് വേണ്ടി ജോർജ് പറഞ്ഞ കള്ളക്കഥകളുടെ സ്വാഭാവികമായ പരിണാമം ആയിരുന്നല്ലോ ജോർജിനെതിരെ ആ സ്ത്രീ പീഡന പരാതിയും അതിന് തെളിവായി കൊടുത്ത അവരുടെ ടെലിഫോൺ സംഭാഷണങ്ങളും. ജോർജിനെ പോലെ സീനിയറായ ഒരു പൊതുപ്രവർത്തകൻ വിവാദ നായികയെ ചക്കരക്കൊച്ചെ എന്നൊക്കെ വിളിക്കുന്നത് ജനം കേട്ടില്ലേ? അത് തന്റെ രീതിയാണെന്നാണ് ജോർജിന്റെ ഭാഷ്യം. അന്ന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പിണറായിയുടെ പോലീസിനെതിരെ അമർഷം കൊണ്ട പലരും ഇപ്പോൾ അദ്ദേഹം അർഹിക്കുന്ന നടപടി ആയിരുന്നു അതെന്ന ബോധ്യത്തിൽ എത്തിയിട്ടുണ്ട്. വിവാദ സ്ത്രീക്ക് 6 മാസം താമസ സൗകര്യം ഒരുക്കി അവരുടെ കത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളുടെ എല്ലാം പേര് എഴുതി ചേർക്കുകയും അത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് ആഹ്ലാദിക്കുകയും ചെയ്തത് KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് CBI വരെ പറയുന്നു. സ്ത്രീയുടെ ആദ്യകാല അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണനും അത് പറയുന്നു. ജയിലിൽ കടന്ന സ്ത്രീയിൽ നിന്നും താൻ വാങ്ങിയ 21 പേജുള്ള കത്ത് 25 പേജാക്കിയത് ഗണേഷ് കുമാറും
സെക്രട്ടറി പ്രദീപും ശരണ്യ മനോജും ചേർന്നായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഗണേഷ് പക്ഷേ ജോർജിനെ പോലെ ആത്മാർത്ഥമായി കുറ്റം ഏറ്റുപറയുന്നില്ല. തന്റെ അച്ഛൻ അന്തരിച്ച ബാലകൃഷ്ണപിള്ളയാണ് അവരുടെ കത്ത് സൂക്ഷിച്ചതെന്നും തനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുമാണ് ഗണേഷ് കുമാറിന്റെ വാദം. ഇക്കാര്യങ്ങളിലെല്ലാം അച്ഛൻ പറഞ്ഞ വിവരമാണ് തനിക്കുള്ളതെന്നും തനിക്ക് മറ്റു വഴികൾ ഇല്ലാതെ വന്നാൽ അച്ഛൻ പറഞ്ഞതെല്ലാം പറയാൻ മടിക്കില്ലെന്നും അദ്ദേഹം ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. ഗണേഷാണ് ഗൂഢാലോചനയുടെ പിന്നിൽ എന്നാണ് ഫെനി ബാലകൃഷ്ണന്റെ നിലപാട്. ഗണേഷ് പറഞ്ഞു വിട്ടിട്ടാണ് MC റോഡിൽ വെച്ച് പ്രദീപും ശരണ്യ മനോജും കൂടി കത്ത് വാങ്ങിച്ചതെന്നും തിരുത്തിയതെന്നുമാണ് ഫെനി പറയുന്നത്. ശരണ്യ മനോജ് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന 4 പേജ് കൂടി സ്ത്രീയെ കൊണ്ട് എഴുതിച്ച് കത്തിന്റെ ഭാഗമാക്കി പത്രസമ്മേളനം നടത്തിച്ചു. ഇതിലാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേര് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അവ രണ്ടും ആദ്യ കത്തിൽ ഇല്ലായിരുന്നു. അവ എഴുതി ചേർക്കപ്പെട്ടതാണ്, ഫെനി പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ഉമ്മൻചാണ്ടി ഗണേഷിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. ഇക്കാലത്താണ് താക്കോൽ സ്ഥാനത്തിന് വേണ്ടി രമേശിന്റെ മന്ത്രിസഭ പ്രവേശനം. അതോടെ മന്ത്രിസഭയുടെ വലിപ്പം കൂടി. ഗണേഷിന് തിരിച്ചു കയറാൻ വയ്യാത്ത നിലയിലായി. മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണത്. ഗണേഷ് സാവകാശം പ്രതിപക്ഷത്തായി. ഉമ്മൻചാണ്ടിക്കെതിരെ ആയുധം തേടുകയായി. അതെല്ലാം രാഷ്ട്രീയത്തിലെ രീതികളാണ്. പക്ഷെ ജോസ് കെ മാണിയോടുള്ള കലിപ്പിന് എന്താവും കാരണം? കേരള കോൺഗ്രസിന്റെ 2ാം തലമുറയിൽ ശക്തനാകുന്ന യുവ നേതാവാണ് ജോസ്. തന്നേക്കാൾ ജനപിന്തുണയുള്ള പാർട്ടിയുടെ നേതാവ്. അദ്ദേഹത്തെയും കെണിയിൽപ്പെടുത്താൻ തീരുമാനിച്ചു. ജയിലിൽ നിന്നും സ്ത്രീ തന്ന കുറിപ്പിന്റെ 2ാം പേജിൽ ഗണേഷ് കുമാർ തന്നെ പീഡിപ്പിച്ചതായി സ്ത്രീ എഴുതിയിരുന്നതായി ഫെനി വെളിപ്പെടുത്തി. ആ ഭാഗം മാധ്യമങ്ങളെ കാണിച്ച കത്തിൽ ഇല്ലായിരുന്നു. ഗണേഷിന്റെ ബന്ധുവും പാർട്ടി നേതാവുമായ ശരണ്യ മനോജിന്റെ വീട്ടിലാണ് ജയിലിൽ നിന്നും ഇറങ്ങിയ സ്ത്രീ 6 മാസം ജീവിച്ചത്. കത്ത് ദള്ളാൽ നന്ദകുമാർ വഴി CPM വിലയ്ക്ക് വാങ്ങി എന്നും ശരണ്യ മനോജ് പറഞ്ഞു. അങ്ങനെയാണ് അതൊരു രാഷ്ട്രീയ ആയുധം ആക്കപ്പെട്ടതും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതും. 1.25 ലക്ഷം രൂപയ്ക്കാണ് ശരണ്യ മനോജ് ഈ കത്ത് തനിക്ക് തന്നതെന്ന് നന്ദകുമാർ പറഞ്ഞു. മനോജ് മറ്റു പലരിൽ നിന്നും ഈ കത്ത് വെച്ച് വിലപേശി കാശു വാങ്ങിയതായും നന്ദകുമാർ കരുതുന്നു. നന്ദകുമാർ സാക്ഷാൽ VSനെയും ചിത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്. 2011-2016 കാലത്ത് VSനെയും തന്നെയും പ്രതികളാക്കിയുള്ള 2 കള്ളക്കേസുകൾ CBIക്ക് വിട്ട ഉമ്മൻചാണ്ടിയോട് തങ്ങൾ പകപോക്കുവാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുപ്രസിദ്ധമായ കത്തിന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ കാര്യം തിരക്കുവാൻ VS തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് നന്ദകുമാർ പറയുന്നത്. ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ ശരണ്യ മനോജ് കത്ത് കൊടുക്കുവാൻ തയ്യാറായി. വെറുതെ ആവില്ലെന്ന് തീർച്ചയല്ലേ? കത്ത് VS വായിച്ചു, തലകുലുക്കി, പിണറായിയെയും കാണിച്ചു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പിണറായിയുമായും താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കൂടെ താല്പര്യപ്രകാരമാണ് പുറത്തായതെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയായ ശേഷം പിണറായിയുമായി താൻ സംഭാഷണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പലവട്ടം കണ്ടു സംസാരിച്ചു. തന്നെ അദ്ദേഹം മുറിയിൽ നിന്നും ഇറക്കി വിട്ടില്ല. ഒരിക്കൽ VSന്റെ മുറി തേടി അദ്ദേഹത്തിന്റെ മുറിയിലെത്തി. എന്തേ എന്ന് അദ്ദേഹം ചോദിച്ചു. സത്യം പറഞ്ഞ് താൻ മടങ്ങി. വിവാദ സ്ത്രീയുടെ കത്ത് പുറത്തു വരണമെന്ന് ജനാധിപത്യ മുന്നണിയിലെ 2 ആഭ്യന്തര മന്ത്രിമാർ ആഗ്രഹിച്ചിരുന്നതായി വിവാദ ദല്ലാൽ നന്ദകുമാർ നായർ പറഞ്ഞതും കണ്ണടച്ച് വിശ്വസിക്കാനാകുമോ? രാഷ്ട്രീയ ബന്ധങ്ങളിലെ കൗതുകകരമായ ഒരു മാനം കൂടി ഇവിടെ കാണാം. വ്യവഹാര ദല്ലാൽ നന്ദകുമാർ നായർ വഴിയാണ് ഇടമലയാർ കേസിൽ VS സുപ്രീം കോടതിയിൽ നിന്ന് പിള്ളയ്ക്ക് എതിരായ അനുകൂല വിധി നേടിയതെന്ന് അക്കാലത്ത് പിള്ളയുടെ ആൾക്കാർ പറഞ്ഞിരുന്നു. ഈ ദല്ലാൾ തന്നെയാണ് പിള്ളയുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന കത്ത് വാങ്ങി CPMന് കൊടുത്തത് എന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടയാളമല്ലേ? VSന്റെ ആളെന്ന നിലയിൽ പിണറായിയുടെ ശത്രുവായിരുന്ന ദല്ലാൾ പിന്നീട് പിണറായിയുമായും അടുപ്പത്തിലായി. CPM സംസ്ഥാന സെക്രട്ടറി നയിച്ച കേരള യാത്രയിൽ സംബന്ധിക്കാതെ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ നന്ദകുമാർ നായരെ കാണാൻ പോയതും കൂട്ടി വായിക്കണം. അന്ന് അവിടെ എന്തെല്ലാം നീക്കങ്ങളാകുമോ ചർച്ച ചെയ്യപ്പെട്ടത്? എല്ലാം കാലം തെളിയിക്കും. വിവാദ സ്ത്രീക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരമുണ്ടാക്കിയത് ദല്ലാളാണെന്നും CBI രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നന്ദകുമാർ അത് നിഷേധിക്കുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാറുമായി തനിക്കുള്ള ബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നിഷേധിക്കുകയും ഒരിക്കൽ കേരള ഹൗസിൽ വെച്ച് താൻ നന്ദകുമാർ നായരെ ഇറക്കി വിട്ടതായി അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യം നന്ദകുമാർ നായർ നിഷേധിച്ചു.
തന്നെ പിണറായി ഒരിക്കലും ഇറക്കി വിട്ടിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഒരിക്കൽ VSന്റെ മുറി എന്ന് കരുതി പിണറായിയുടെ മുറിയിൽ ചെന്നതും മുറി തെറ്റിയത് മനസ്സിലാക്കി ഇറങ്ങിപ്പോന്നതും സമ്മതിക്കുന്നുണ്ട്. വിവാദ കത്ത് ശരണ്യ മനോജ് വഴി 1.25 ലക്ഷം രൂപ കൊടുത്താണ് സ്വന്തമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിലാകെ ഉമ്മൻചാണ്ടിയുടെയും ആ സ്ത്രീയുടെയും പോസ്റ്ററുകൾ പതിപ്പിച്ചതും ജനങ്ങളെ ഇറക്കി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാക്കിയും സോളാർ വിവാദം ഇത്രയും ഹീനമാക്കിയ CPM-നും ഇടതുമുന്നണിക്കും തങ്ങളല്ല വേട്ടയാടിയത് എന്ന് പറയാനാവുമോ? എന്നാൽ പ്രതിപക്ഷ സ്ഥാനം എന്ന നിലയിൽ തങ്ങൾക്ക് കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത് എന്ന വാദത്തിന് കഴമ്പില്ലേ? വിവാദ സ്ത്രീയുടേതായി പുറത്തുവരുന്ന കത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് കാണുന്നു. അത് മനഃപൂർവ്വം എഴുതി ചേർപ്പിച്ചവരിൽ ഇടത് നേതാക്കളില്ല. R ബാലകൃഷ്ണപിള്ളയും സംഘവുമാണ് ഉള്ളത്. അദ്ദേഹം അപ്പോഴേക്കും ഇടത് സംഘത്തിൽ ആയിരുന്നെങ്കിലും അവരുടെ പ്രമുഖ നേതാവ് ഒന്നുമായിരുന്നില്ല. ആ രേഖ ഉണ്ടാക്കിയത് മറ്റുള്ളവരാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിനോ ഖജനാവിനോ ഒരു പൈസയുടെ നഷ്ടം എന്നല്ല, ചെലവ് പോലും ഉണ്ടാക്കിയ സംഭവമായിരുന്നില്ല സോളാർ വിവാദം. ആകെ പരാതി ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ചില ജീവനക്കാരും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. അവർക്ക് സർക്കാർ ഒന്നും ചെയ്ത് കൊടുത്തില്ല. സ്വപ്ന സുരേഷിന് കൊടുത്തതുപോലെ ഒരു നിയമനം പോലും കൊടുത്തില്ല. ഇത്തരം ഒരു സംഭവത്തിന് ഇല്ലാത്ത മാനങ്ങൾ ഉണ്ടാക്കി വലിയ വിവാദമാക്കി സർക്കാർ അന്വേഷണങ്ങൾ അനിവാര്യമാക്കി. പണിയൊന്നും ഇല്ലാതിരുന്ന ഒരു മുൻ ജഡ്ജിക്ക് 12 കോടി രൂപ ഖജനാവിൽ നിന്ന് കൊടുപ്പിച്ചതിന് ഉത്തരവാദി അവരല്ലേ? ആ ജഡ്ജിയെക്കുറിച്ചും അദ്ദേഹം തയ്യാറാക്കിയ പൈങ്കിളി സാഹിത്യത്തെക്കുറിച്ചും എന്തെല്ലാമാണ് CPI നേതാവായ C ദിവാകരൻ പറഞ്ഞത്? അദ്ദേഹം കുത്തിക്കെട്ടി സമർപ്പിച്ച പുസ്തകത്തിലെ മിക്കവാറും ഭാഗങ്ങൾ ഹൈക്കോടതി റദ്ദാക്കിയില്ലേ? ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കാര്യകാരണ സഹിതം തന്റെ ഭാഗം പറയുകയും പല ജഡ്ജിമാരെ കുറിച്ചും വളരെ മോശമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷക ചർച്ചക്കാരൻ അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ എത്ര പുകഴ്ത്തിയാണ് പറഞ്ഞത്. അവതാരകന്റെ മനസ്സറിഞ്ഞും ഗാലറിയുടെ കയ്യടിക്ക് വേണ്ടിയുമാണ് അദ്ദേഹവും കളിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതായി ഈ ജഡ്ജിയുടെ പൈങ്കിളി സാഹിത്യം. ജുഡീഷ്യൽ അന്വേഷണങ്ങളോട് പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്ന അവമതി വല്ലാതെ വർദ്ധിപ്പിക്കുന്നതായില്ലേ ആ റിപ്പോർട്ട്? ജുഡീഷ്യറിക്ക് തന്നെ അപമാനമായില്ലേ ആ ജഡ്ജിയുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് വന്ന കഥകൾ? സോളാർ കഥ പറഞ്ഞ് അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നും ചിലത് കൂടി നേടാൻ അദ്ദേഹം ശ്രമിച്ചതായും ജോസഫ് വാഴയ്ക്കാൻ ഒരു ചാനൽ ചർച്ചയിൽ പിന്നീട് പറഞ്ഞില്ലേ? ഇത്രയും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം വാ തുറന്നും ഇല്ലല്ലോ. ഇടത് സർക്കാർ വന്ന ശേഷം ഉമ്മൻചാണ്ടിയെ കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളിലൊന്നും ലൈംഗിക ആരോപണത്തിന് കഴമ്പില്ല എന്ന് കണ്ടെത്തിയിട്ടും 2021 തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് കേസ് CBIക്ക് വിട്ടതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ന്യായീകരണ തൊഴിലാളികൾ നടത്തുന്ന വാദങ്ങൾ എത്ര തമാശയാണ്. പരാതിക്കാരി ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്തതാണ് പോലും. CBIയുടെ അന്വേഷണത്തോട് വാസ്തവത്തിൽ ഇടത് സമീപനം എന്താണ്? പെരിയയിൽ CPM വെട്ടിക്കൊന്ന യൂത്ത് കോൺഗ്രസുകാരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കേസ് CBIക്ക് വിടാതിരിക്കുവാൻ സംസ്ഥാന സർക്കാർ നികുതിപ്പണം ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ പോയില്ലേ? സോളാർ വിഷയത്തിൽ പരാതിക്കാരി പറയാൻ നോക്കിയിരുന്നു. കോൺഗ്രസുകാർ ഉണ്ടാക്കി തന്ന സോളാർ വിവാദം തങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്ന ഇടതുപക്ഷത്തിന്റെ വാദത്തിൽ കഴമ്പുണ്ടോ? സോളാർ വിവാദത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവന്നത് അക്കാലത്ത് KPCC അംഗമായിരുന്ന കല്ലേലി ശ്രീധരൻ നായരാണ് എന്നത് ചരിത്ര യാഥാർത്ഥ്യമല്ലേ? 3ാം വട്ടവും ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് തടയാനുള്ള നീക്കങ്ങൾ പലതും കോൺഗ്രസിൽ നടന്നിട്ടില്ലേ? അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ലേ ബാർക്കോഴ വിവാദം? കുറെ ബാറുകൾക്ക് മാത്രം പ്രത്യേക ചട്ടം വേണ്ടിവരുന്ന നിബന്ധന വേണമെന്ന വാദത്തിൽ തുടങ്ങി ബാറുകൾ തന്നെ ഇല്ലാതായപ്പോൾ മന്ത്രിസഭയിലെ തന്നെ ഒരു അംഗത്തിന്റെ മകന്റെ ഭാര്യാപിതാവല്ലേ ബാർക്കോഴ കേസിന് തിരികൊളുത്തിയത്? ഇക്കാര്യത്തിൽ അന്നത്തെ KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പ് നഷ്ടപ്പെട്ട മന്ത്രിയും ഒക്കെ ചരട് വലിച്ചതിന്റെ കഥകൾ ആർക്കാണ് അറിയാത്തത്? ഉമ്മൻചാണ്ടിയെ മാറ്റി മുഖ്യമന്ത്രിയാകുവാൻ കൂടെ നിൽക്കണം എന്ന് ആവശ്യപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ദൂതനായി INTUC നേതാവ് ചന്ദ്രശേഖർ സാക്ഷാൽ KM മാണിയെ കാണാൻ ചെന്നതായി മാണി തന്നെ വെളിപ്പെടുത്തിയത് മറക്കാമോ? അന്ന് മാണി സമ്മതിക്കാത്തത് കൊണ്ടാണ്
ബാർക്കോഴയിൽ കുടുക്കിയത് എന്ന് മാണിയും കൂട്ടരും വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ആദരം ഏറ്റുവാങ്ങിയ വാർത്ത വരുന്ന ദിവസം തന്നെ സോളാർ കേസിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തത് എന്തിന്? 1-2 ദിവസം കഴിഞ്ഞാൽ ജോപ്പൻ നാടുവിടുമെന്ന് കരുതിയോ? ആ അറസ്റ്റിന്റെ ഉത്തരവാദിത്വം അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ADGP ഹേമചന്ദ്രൻ തന്റെ മാത്രം തീരുമാനം എന്നും മന്ത്രി അറിയാതെ നടത്തിയത് എന്നും പരസ്യമായി ഏറ്റെടുത്തെങ്കിലും ജനം അത് കണ്ണടച്ച് വിശ്വസിക്കുമോ? അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാതെയാണ് താൻ അറസ്റ്റ് നടത്തിയതെന്ന് ADGP പറയുമ്പോൾ ഇത്ര ധൈര്യമോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ന് ചോദിച്ചു പോയില്ലേ? പിന്നീട് അദ്ദേഹം നടത്തിയ സോളാർ കേസ് അന്വേഷണത്തിൽ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി. അതുകൊണ്ടാണ് ഇടത് സർക്കാർ തന്റെ പദവി തെറിപ്പിച്ചതെന്നും അദ്ദേഹം പിന്നീട് വിലപിച്ചു കണ്ടു. അദ്ദേഹത്തെ സഹായിച്ച ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടി തട്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഹേമചന്ദ്രന് സംഭവിച്ചതും ഉമ്മൻചാണ്ടിയുടെ ചോരക്കറ ഉണ്ടാക്കിയ ദുരന്തം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. മികച്ച ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതി ഉണ്ടായിട്ടും തെങ്ങിന്റെ മുകളിൽ എത്തിയ അദ്ദേഹത്തിന് തേങ്ങയിൽ തൊടാനാവാതെ ഇറങ്ങി പോകേണ്ടി വന്നില്ലേ? സോളാർ കേസിലെ വിവാദ സ്ത്രീയുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയവരുടെ ലിസ്റ്റുകൾ പുറത്തു വന്നപ്പോൾ അക്കാലത്തെ മുൻ മന്ത്രിയായിരുന്ന ഒരു ഭരണകക്ഷി MLAയുമായി രാത്രി 70 മിനിറ്റിലേറെ സംസാരിച്ചതിന്റെ വിവരം പുറത്തു വന്നപ്പോൾ കെ മുരളീധരൻ ചോദിച്ചില്ലേ, ഭാഗവതം വായിക്കുകയായിരുന്നോ ഇത്രയും സമയം എന്ന്? ഇത്തരം ചോദ്യങ്ങൾ പ്രതിപക്ഷത്തെ സഹായിച്ചില്ലെന്ന് പറയാനാവുമോ? ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ വ്യക്തിയുടെ അടുത്ത സുഹൃത്തായ ഈ 70 മിനിറ്റുകാരനെ കുറിച്ച് പക്ഷേ ഇതുവരെ അദ്ദേഹം വാ തുറന്നിട്ടില്ല. വേറെ പലരും അദ്ദേഹം കുറ്റാരോപണം നടത്തിയപ്പോഴും VD സതീശന്റെ വാക്കുകളും ഇടതുപക്ഷം ഉദാഹരണമാക്കിയില്ലേ? ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രി ആകരുതെന്ന് CPM മാത്രമല്ല കോൺഗ്രസുകാരും ആഗ്രഹിച്ചു. തങ്ങൾ ചെയ്ത ക്രൂര കൃത്യങ്ങൾക്ക് മറയില്ലാതെ നിൽക്കുന്ന ചില വ്യക്തികളെ 2016 തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് രമേശ് ചെന്നിത്തല സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്തില്ലേ? അടുത്ത കാലത്തായി വേട്ടനായയെ പോലെ ഓടുകയും ഇരയെ പോലെ വിലപിക്കുകയും ചെയ്യുക മാധ്യമങ്ങൾ ശീലമാക്കിയിട്ടുണ്ട്. കേരളത്തെ ആകെ അമ്പരപ്പിച്ച ചാരക്കേസിൽ പ്രതികളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കിയതും അവരുടെ വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും എല്ലാം ക്ഷതം ഉണ്ടാക്കിയതും മാധ്യമങ്ങളായിരുന്നില്ലേ? എന്തെല്ലാമായിരുന്നു ആ കേസിലെ ചാരക്കണ്ണികളെന്ന് ചിത്രീകരിക്കപ്പെട്ട മിറിയം റഷീദയെയും ഫൗസിയ ഹസനെയും കുറിച്ച് നിർമ്മിക്കപ്പെട്ട കഥകൾ. അവരുടെ പൂർവ്വചരിത്രം അറിയുവാൻ മാലിദ്വീപിൽ പോയവർ എഴുതിയ പൈങ്കിളി കഥകൾ എന്തെല്ലാമായിരുന്നു. ആ കഥകളെല്ലാം ഇല്ലായിരുന്നെങ്കിൽ പ്രതികളാക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്ര ക്ലേശം ഉണ്ടാകുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അന്ന് വേട്ടയാടിയവരെ എല്ലാം ചേർന്ന് തങ്ങൾ കണ്ണിൽ ചോരയില്ലാതെ വേട്ടയാടിയവരെ ഇരകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ വിലാപങ്ങൾ അവർ ചിന്തിയ ചോരയുടെ കറ മായ്ച്ചു കളയുമോ? സത്യസന്ധരെന്ന് കേരളം വളരെ ഉച്ചത്തിൽ വാഴ്ത്തിയിരുന്ന ഇപ്പോഴത്തെ ഇരകളായ അന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് പോലെ ആ കേസ് ശരിക്ക് അന്വേഷിക്കപ്പെടുകയും അന്നത്തെ ഇരകൾ വീണ്ടും ഇരകളാക്കപ്പെടുകയും ചെയ്താലോ? പൊതുപ്രവർത്തകർ നടത്തുന്ന കുറ്റകൃത്യങ്ങളും അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും സാമൂഹിക ഉത്തരവാദിത്തത്തോടെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടവർ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കഥകൾ ഉണ്ടാക്കി ഇരകളെ സൃഷ്ടിച്ച് നിഗൂഢ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന് ആരുടെ ചോര ചിന്തുന്നതിലും മനസാക്ഷിക്കടി ഇല്ല എന്നതായിട്ടില്ലേ സാമൂഹിക യാഥാർത്ഥ്യം? സോളാർ വിവാദം ഇത്രയും വലിയ വിഷയമാക്കിയതിൽ മാധ്യമങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണ്? ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ പൊതുപരാതി അദ്ദേഹം പത്രക്കാരെ കാണുന്നില്ല എന്നാണ്. ഉമ്മൻചാണ്ടി അത്തരക്കാരനായിരുന്നില്ലല്ലോ. അദ്ദേഹം ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ പറഞ്ഞത് വല്ലതും മാധ്യമങ്ങൾ വിശ്വസിച്ചു. അദ്ദേഹത്തെ പിന്നാലെ നടന്ന് വേട്ടയാടുകയായിരുന്നില്ലേ? എങ്കിൽ പിന്നെ വാ തുറക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പിണറായി കരുതുമ്പോൾ അതിലും ഒരു ന്യായമില്ലേ? മാധ്യമങ്ങൾ എന്തും പറയട്ടെ എന്ന് കരുതിപ്പോയാൽ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയാനാവുമോ? താൻ കൂടി പറഞ്ഞ് ചർച്ചയ്ക്ക് എന്തിന് പുതിയ വിഷയം കൊടുക്കുന്നു എന്ന് അദ്ദേഹം കരുതുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ? ജനനന്മയ്ക്ക് വേണ്ടിയുള്ള സത്യാന്വേഷണമാകണം പത്രപ്രവർത്തനം.
ഉമ്മൻചാണ്ടി വിവാദത്തിൽ ജോർജിന്റെയും ഗണേഷിന്റെയും കൈകൾ ശുദ്ധമല്ല എന്ന് ആർക്കും സംശയമില്ല. അവർ കളിച്ച കളികൾ അവർക്കു തന്നെ വിനയായിട്ടുണ്ട്. ഇവരിൽ ഗണേഷ് ഇടതുമുന്നണിയുമായി പല കാര്യത്തിലും ഉടക്കി നിൽക്കുന്ന കാലമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിനെ ഗണേഷ് പരസ്യമായി കുറ്റപ്പെടുത്തി. സ്പീക്കർ നടത്തിയ ഗണേശ നിന്ദ വിഷയത്തിൽ അദ്ദേഹം NSSനൊപ്പം നിന്നു. ഇതുകൊണ്ടെല്ലാം ആവണം അവരുടെ പാർട്ടിക്ക് കൊടുത്ത മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം CPM തിരിച്ചെടുക്കുന്നിടം വരെ എത്തി കാര്യങ്ങൾ. ആ രീതിയിൽ പുരോഗമിച്ചിരുന്നെങ്കിൽ പിണറായി സർക്കാരിന്റെ അവസാനത്തെ 2.5 വർഷം ക്യാബിനറ്റിൽ ഇടം കിട്ടേണ്ട ഗണേഷ് പുറത്താകുമായിരുന്നു. അത്തരം ഒരു സംഭവം പിണറായി മുന്നണിയുടെ ശക്തി ചെറിയ തോതിൽ ക്ഷയിപ്പിക്കുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ കുറെ നായന്മാർ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ഗണേഷിന് ഒപ്പം നിൽക്കും. അതെല്ലാം ഇടതുപക്ഷത്തിന് സഹായകരമാവുന്നത് തടയണമെങ്കിൽ ഗണേഷിനെ ഉൾക്കൊള്ളാൻ വികാരങ്ങൾ മാറ്റിവെച്ച് ജനാധിപത്യ മുന്നണി നേതൃത്വത്തിന് സാധിക്കണമായിരുന്നു. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് കരുതാനാണ് ന്യായം. നാക്കെടുത്താൽ കള്ളക്കരുണാകരൻ എന്ന് കരുണാകരനെ വിളിച്ചുകൊണ്ടിരുന്ന MV രാഘവൻ, ഗൗരിയമ്മ തുടങ്ങിയവരെയെല്ലാം അദ്ദേഹം മുന്നണിയിൽ കൂട്ടിയില്ലേ? കരുണാകരനെ എന്തെല്ലാം പറഞ്ഞ ആന്റണി കോൺഗ്രസിനെയും മാണിയെയും ഒപ്പം കൂട്ടിയില്ലേ? ഭരണം പിടിക്കണമെങ്കിൽ ഇത്തരം ചില വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും. 2016 ഇടതുമുന്നണി വിജയത്തിന് വഴിവെച്ച ബാർക്കോഴ കേസിലെ പ്രതിയുടെ പാർട്ടിയെ 2021 മാന്യമായി ഇടതുമുന്നണിയിൽ ചേർത്തല്ലേ വിജയൻ തുടർഭരണം ഉണ്ടാക്കിയത്. അതാണ് രാഷ്ട്രീയ വൈഭവം, കേവലം വികാരപരമായ തീരുമാനങ്ങളല്ല. ജോർജിനുമുണ്ട് ഇതുപോലെ കുറെ വോട്ട്. അദ്ദേഹം എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നവർ. അവരുടെ പിന്തുണ സമാഹരിക്കുവാൻ സാധിക്കുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന ഘടകം തന്നെയാണ്. വികാരപരമായി മാത്രം തീരുമാനങ്ങൾ എടുത്താൽ വീണ്ടും പ്രതിപക്ഷത്താവും സ്ഥാനം. സാധ്യമാകുന്നത് സാധ്യമാക്കുന്ന കലയാണ് രാഷ്ട്രീയം. അത് കളിക്കുമ്പോൾ വികാരപരമായി മാത്രം ചിന്തിച്ചാൽ പോരാ. വികാരത്തിനുള്ള പ്രാധാന്യം പുതുപ്പള്ളി തിരഞ്ഞെടുപ്പോടെ തീർന്നു. വികാരം കൊണ്ട് CPMനും കേരള കോൺഗ്രസിനും വോട്ട് ചെയ്യുന്ന ചിലർ ഇക്കുറി ചാണ്ടിയുമ്മന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന് കരുതരുത്. നിശ്ചയമായും പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും. പക്ഷെ ഉമ്മൻചാണ്ടി വികാരം തട്ടിക്കൊണ്ടുപോയ വോട്ടെല്ലാം തിരിച്ചു വരും. നമ്മുടെ നാട്ടിലെ ജീവിത രീതി അനുസരിച്ച് ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവന് അത്ര എളുപ്പത്തിൽ പാർട്ടി മാറാനാവില്ല. അയാളുടെ നാട്ടിലെ ബന്ധങ്ങളും സഹകരണങ്ങളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടാവും. കരുക്കൾ കൃത്യമായി നീക്കുന്നവർക്ക് മാത്രം പിടിച്ചു നിൽക്കാവുന്ന യുദ്ധക്കളമാണ് രാഷ്ട്രീയം. ഡൽഹിയിൽ മോദിയും സംഘവും കാണിക്കുന്നതെല്ലാം അതല്ലേ? അവർ കൃത്യമായി ഹിന്ദു കാർഡ് കളിക്കുന്നു. അതിൽ അവർക്ക് ലജ്ജയില്ല. അതുകൊണ്ട് അക്കാര്യം പറഞ്ഞ് അവരെ തിരുത്തിക്കുവാൻ നടത്തുന്ന ഓരോ നീക്കവും അവരെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദുക്കളുടെ മനസ്സിൽ ഇന്ത്യ മുന്നണി വിരുദ്ധ വികാരവും. ലാവ്ലിൻ കേസ് 35ാം തവണയും CBI മാറ്റിവെക്കുന്നത് പിണറായി കരുക്കൾ കൃത്യമായി നീക്കുന്നത് കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത്? അത് രാഷ്ട്രീയ വൈഭവമാണ്. പ്രത്യക്ഷമായി BJPയെ എതിർക്കുന്നു എന്ന് വരുത്തുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കേന്ദ്ര പോലീസ് കോടതിയിൽ കളിക്കുന്നു. എത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ മാറ്റിവെപ്പ് എന്ന് ഓർക്കണം. ഓരോ തവണ കേസ് മാറ്റിവെക്കുമ്പോഴും കോടതിയിൽ ഹാജരായ വക്കീലിന് 2 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. അതിന് ലാവ്ലിൻ കാശ് ഉണ്ടാകാമെങ്കിലും ഇപ്പോൾ കേരള സർക്കാർ ആവില്ലേ ചിലവാക്കുന്നത്? മൊറോക്കോയിലെ ഭൂമി കുലുക്കത്തിൽ 3000 പേരെങ്കിലും മരിച്ചതായാണ് കണക്ക്. ലിബിയയിലെ ചുഴലിക്കാറ്റിലും അണക്കെട്ട് തകർച്ചയിലും വേറെ 3000 പേരും മരിച്ചു. യുക്രൈനിൽ റഷ്യ കൊന്നൊടുക്കിയതും ആയിരങ്ങളാവും. 22 ക്രൈസ്തവരെ നിരയായി നിർത്തി കഴുത്തുവെട്ടി കൊല്ലുകയും ആ വീഡിയോ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തവരുടെ നാടുകൂടിയാണ് ലിബിയ. യേശു ചോദിക്കുന്ന ഒരു വാക്യമുണ്ട്. സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ ജീവിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ മരിക്കും. ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത് പോലെ ഇത്തരം ദുരന്തങ്ങൾ ഒരു പാരിസ്ഥിതിക മാനസാന്തരത്തിന് നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മൊറോക്കോയും ലിബിയയും കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും ഏറെ അകലെയല്ല. പാരിസ്ഥിതിക മാനസാന്തരം ഉണ്ടാകാതെ
നിർബാധം ചൂഷണം തുടർന്നാൽ നമ്മെയും കാത്തിരിക്കുന്നത് ഇത്തരം ദുരന്തങ്ങളാവും. മനുഷ്യപാപങ്ങളോട് ദൈവം ക്ഷമിക്കും, പക്ഷേ പ്രകൃതി ക്ഷമിക്കില്ല, തിരിച്ചടിക്കും. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.